ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർജിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ 2 ദിവസം ആയി തോന്നുന്നു വീഡിയോ ഒന്നും ഇടാത്തത്. ഞാനത് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം മുമ്പേ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, ഞാൻ FIR ഇടട്ടെ എന്നൊക്കെയാണ് ചില ആൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തിരക്കി പോയപ്പോഴാണ് നമ്മുടെ അളിഞ്ഞ ഷാജിയും കൂടി നമുക്കെതിരെ ഇവരെ കാര്യം അറിയാലോ. നമുക്ക് ഇംപ്ലിമെൻറ്റ് തള്ളിയെന്ന് നുണ പറയും, അതുപോലെ തന്നെ റദ്ദായ ഓർഡർ റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഇവർ സെഷൻസ് കോടതിയിൽ കോരം വാദിക്കും. എന്നിട്ട് ശരി, നിങ്ങൾ പറഞ്ഞത് നമുക്കത് റദ്ദാക്കി കളയാം, ഏതായാലും അത് റദ്ദായതാണ്, പക്ഷേങ്കിൽ റദ്ദാക്കി കളയാമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടും. അപ്പോൾ അതിന് ഇവർ സന്തോഷിക്കും. ഇവർക്ക് വേറെ എന്തെങ്കിലും സന്തോഷിക്കാൻ വേണ്ടേ? 2-3 കൊല്ലമായിട്ട് കഫം തിന്ന് ആകെ തൊണ്ടക്ക് കെട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് ഇവർക്ക് അനുകൂലമായിട്ടൊരു വിധി കിട്ടിയിട്ടുണ്ട്. FIR ഇട്ടവർക്ക് പണം കൊടുക്കരുത് എന്നുള്ള വിധിയാണ് ഇവർക്ക് കിട്ടിയതെന്നാണ് ഇവരുടെ പിന്നിലേക്കുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങളും അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പേടിയുണ്ട്. കോമ്പറ്റൻ്റ് അതോറിറ്റി FIR ഇട്ടവർക്ക് പണം കൊടുത്തു കളയുമോ? ഇപ്പോൾ ഇവർക്ക് ലേലം ചെയ്യാൻ പോവുകയാണ്. ഇവരുടെ വസ്തുവകകൾ ലേലം ചെയ്യാൻ പോവുകയാണ്. ഓഫീസിലെ എക്യുപ്മെൻറ്റ്സ്, ഫർണിച്ചർ, അതൊക്കെ ലേലം നടപടികൾ നടത്തുകയാണ്. അപ്പോൾ അത് ലേലം ചെയ്ത് കഴിഞ്ഞാൽ 1000 ഒന്നല്ല 10,000-കണക്കിന് FIRകൾ ഇവർക്കെതിരെ വരും. ഇപ്പോൾ തന്നെ 2000-ലധികം ക്ലെയിം പെറ്റീഷൻസ് അല്ലെങ്കിൽ പരാതികൾ തൃശ്ശൂർ കലക്ടർ മുമ്പാകെയുണ്ട്. അപ്പോൾ ഇതുവരെ FIRകൾ 60-നടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് FIRകൾ വരും. അപ്പോൾ അതിനെ നമുക്ക് എന്തെങ്കിലുമായിട്ട് ഒരു തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രയർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടൻ അഭിലാഷ് പറയുന്ന പോലെ പ്രാർത്ഥനയൊന്നല്ല. പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് മുമ്പാകെ അപേക്ഷിക്കുന്ന എന്ത് കാര്യത്തിനാണോ നമ്മൾ അപേക്ഷിക്കുന്നത് അതിനെയാണ് പ്രയർ എന്ന് പറയുക. ഇവരുടെ പ്രയർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പീറക്കടലാസുകൾ, നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരുപാട് പീറക്കടലാസുകൾ നമുക്ക് കമ്പനിയുടെ ഭാഗമായിട്ടുണ്ട്. ഈ പീറക്കടലാസുകൾ ഹൈക്കോടതിയിൽ നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പീറക്കടലാസുകൾ സമർപ്പിച്ചത് അത് ഉത്തരവുണ്ടാകുന്നത് വരെ ലേലം നടത്തി അതിൻ്റെ പണം വിതരണം ചെയ്യരുത് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഹൈക്കോടതിയിൽ അപ്പീലിൻ്റെ തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമേ FIR ഇട്ടവർക്ക് പണം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള വെറുതെ വക്കീലിനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ? ആരെങ്കിലും കോമ്പറ്റൻ്റ് അതോറിറ്റി നടപടി എടുക്കൂല. അവർ പറയാം അതിൻ്റെ അപ്പീലിൻ്റെ തീരുമാനമാവട്ടെ, എന്നിട്ടാകുമ്പോൾ നമുക്ക് നടപടി എടുക്കാം. വേറെ എന്തൊക്കെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് മുമ്പ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ മുമ്പൊക്കെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇവരുടെ അവസ്ഥ നോക്കണേ. ഇവരിങ്ങനെയാണ് പറയുന്നത്, അപ്പീൽ തീരുമാനമാകുന്നത് വരെ നമ്മുടെ വസ്തുവകൾ വിറ്റ് നിക്ഷേപകർക്ക് FIR ഇട്ടവർക്ക് പണം കൊടുക്കരുത് എന്നുള്ള ബാലിശമായിട്ടുള്ള വാദം. ഇനിയിപ്പോൾ ഒരു സെഷൻസ് കോടതിക്ക്, ഒരു ജില്ലാ കോടതിക്ക് പറയാൻ പറ്റുമോ ഇതിൻ്റെ അപ്പീൽ തീരുമാനിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ തീരുമാനമായതാണ്, ഇവർക്ക് പണം കൊടുത്തേക്കെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അപ്പീലും കൂടി കഴിഞ്ഞതിന് ശേഷമേ പണം വിതരണം ഉണ്ടാവുള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ വലിയ ലീഡർമാരാണ്, അല്ലെങ്കിൽ ഇന്നലെ രാത്രി 65 ലക്ഷം ഇട്ട് ഒരാളാണ് എങ്ങനെയാണ് FIR ഇടുക, അതിൻ്റെ പരാതിയുടെ മോഡൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ലീഡർ, അവരുടെ കൊല്ലത്തുള്ള ഒരു ലീഡർ ചോദിച്ചിട്ട് പരാതിൻ്റെ ഫോർമാറ്റ് ഉണ്ടോ, FIRൻ്റെ കോപ്പി കിട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്.
അപ്പോൾ എന്തിനാണ് നിങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് നിക്ഷേപകരുടെ പൈസയാണ്, നിക്ഷേപകർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് നടത്തുന്നത് എന്നാണ്. അപ്പോൾ FIR ഇട്ട നിക്ഷേപകർക്ക് എന്തിന് നിങ്ങൾ തടയുന്നു എന്നുള്ളതിൻ്റെ കമ്പനിയുടെ ഗൂഢലക്ഷ്യമാണ് ഇപ്പോൾ ഇതുവഴി പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നീട്ടിക്കൊണ്ടുപോയി ഇവരെ ജയിലിൽ പോകുന്നത് അല്ലെങ്കിൽ പണം വിതരണം തടസ്സപ്പെടുത്തുക, ദീർഘിപ്പിക്കുക എന്ന് മാത്രമാണ്. നമ്മുടെ ഒക്ടോബറിൽ എക്സൽ ഷീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ കമ്പനി. എന്നിട്ടാണ് ഇപ്പോൾ ലേല നടപടികൾ ചെയ്തിട്ട് അതിൻ്റെ പണം വിതരണം പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2 മാസം കൊണ്ട് കമ്പനി തിരുപ്പി വരുമെന്ന് പറഞ്ഞ അവനെ ഇപ്പോൾ കാണാനേ ഇല്ല അല്ലേ. ഒരു സൂം മീറ്റിംഗ് നടത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു, ഇത് 3ാമത്തെ ആഴ്ചയാണ്. എവിടെ സൂം മീറ്റിംഗ്? കോടതി വിധി വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് വക്കീൽ തന്നെ ഒരു വീഡിയോയിലൂടെ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു പറഞ്ഞു. ആരെങ്കിലും കണ്ടോ ആ വീഡിയോ? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. FIR ഇട്ടത് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം പെറ്റീഷൻ പൂരിപ്പിക്കാൻ പോലും, ക്ലെയിം പെറ്റീഷനുകളിൽ FIR നിർബന്ധമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ FIR ഇല്ലാത്ത ക്ലെയിം പെറ്റീഷനുകൾ കോടതി നിരസിക്കുന്നതാണ് എന്ന് കൂടി പറയുന്നു. ഈ ഇത്തരത്തിലുള്ള ക്ലെയിം പെറ്റീഷനുകളെ മറ്റുള്ളവർ എതിർക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ പരാതികളുണ്ട് കഴിഞ്ഞാൽ ഈ ക്ലെയിം പെറ്റീഷനിൽ തീരുമാനമാകാൻ വൈകും. അതുകൊണ്ട് കോടതിയോട് പുതിയൊരു കേസ് ഒരു പക്ഷേ FIR ഇട്ടവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. FIR ഇട്ടവർക്ക് മാത്രം ആദ്യം പണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ FIR ഇടുക മാത്രമാണ് പാവപ്പെട്ട നിക്ഷേപകരെ നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഇതുപോലെ വക്കീലിനെ കൊണ്ട് നിങ്ങൾക്ക് ഇവർ പലതും ഉണ്ടാക്കും. ഇതിൻ്റെ എന്താണ് ഇവർക്ക് ലഭിച്ചത് എന്ന് പോലും പറയാതെ ഇവരെ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. നിക്ഷേപകർക്ക് പണം കിട്ടില്ല, അല്ല FIR ഇട്ടവർക്ക് പണം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് നിങ്ങളുടെ പ്രയർ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. മറ്റേ 2 സാധനം ഉണ്ടാവണമെന്നാണ്, നട്ടലുണ്ടാവണമെന്നാണ്. ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം അപ്ഡേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഈ മണ്ടന്മാർ ഇതിൻ്റെ കൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് FIR ഇട്ടവർക്ക് പണം കിട്ടിയോ എന്ന് ഒരുത്തൻ ചോദിക്കുന്നു. അതിനോട് ഞാൻ പറഞ്ഞ മറുപടി 60 ദിവസമാണ് ഇതിൻ്റെ അപ്പീൽ കൊടുക്കാനുള്ള സമയം. അത് കഴിഞ്ഞിട്ടും നിങ്ങൾ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ അവർക്കൊക്കെ പണം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലും മനസ്സിലാവാത്ത ആൾക്കാരാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. FIR ഇട്ട് കഴിഞ്ഞാൽ അപ്പാട് തന്നെ പണം കിട്ടുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്തോ വലിയ ഇത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരായിപ്പോയല്ലോ അല്ലെങ്കിൽ ഇവർ ഹൈറിച്ചിൽ ചേരുവല്ലേ. എന്നിട്ടും ഇപ്പോഴും ഇത്രയും വിധി ഉണ്ടായിട്ടും ജയ് ഹൈറിച്ച് എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇന്നലെ ക്ലെയിം പെറ്റീഷൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിൽ 9ാമത്തെ സീരിയൽ നമ്പർ 9 എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ, FIR ഇട്ടുണ്ടോ, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നാണ്. അപ്പോൾ FIR ഇടാത്തവർ അവിടെ പൂരിപ്പിക്കേണ്ടത് ജയ് ഹൈറിച്ച് എന്നാണ്.